വിദ്വേഷത്തിൽ നിന്ന് ശാപങ്ങൾ ജനിക്കുന്ന ഒരു ലോകത്ത് ഒരു ബാലൻ സൃഷ്ടിച്ചത് എല്ലാത്തിലും ശക്തമായ ശാപത്തെയാണ്. അതെ, സ്നേഹമെന്ന ശാപത്തെ. ഇതേ ശാപം മന്ത്രവാദികൾ സുക്കൂണയെ ഭയപ്പെടുന്നതിന് മുമ്പും കേഴ്സസുകൾ സാക്ഷാൽ ഗോജോയുടെ പേരിൽ വിറയ്ക്കുന്നതിന് മുമ്പാണ്. യാഥാർത്ഥ്യത്തിന്റെ നിയമങ്ങൾ തന്നെ ലംഘിച്ച, നഷ്ടബോധത്താൽ വലഞ്ഞ് പ്രിയതമയുടെ ആത്മാവിനെ ജീവനുള്ള ലോകവുമായി ബന്ധിപ്പിച്ച ക്യൂൻ ഓഫ് കേഴ്സസിന്റെ രക്ഷാധികാരി. ഇത് കേവലം ഒരു നായകന്റെ കഥയല്ല, പ്രണയത്തെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ശാപമാക്കി മാറ്റിയ, റിഡംഷന്റെ ആൾ രൂപമായി മാറിയ സാക്ഷാൽ ഒക്കോട്സു യൂട്ടയുടെ കഥ. ഓക്കെ ഫൈൻ, ഒക്കോട്സു യൂട്ട അഥവാ ദ ബോയ് ലവ്ഡ് ബൈ കേഴ്സസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. JJK അല്ലെങ്കിൽ ജുജുത്സു കൈസൺ എന്ന് പറയുന്ന ആനിമെ സീരീസിലെ വൺ ഓഫ് ദി മോസ്റ്റ് ലെജൻഡറി ക്യാരക്ടർ. സീസൺ 1 തുടങ്ങുമ്പോൾ ഏകദേശം 5-6 തവണയാണ് അതിലുണ്ടായിരുന്ന ആൾക്കാർ പല തവണയായിട്ടും ഒരു വ്യക്തിനെ മാത്രം എപ്പോഴും മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യ സീസൺ കണ്ടു കഴിയുമ്പോൾ തൊട്ട് ഏവർക്കും യൂട്ട ആരാണ്, ഒക്കോട്സു യൂട്ട ആരാണ്, ഒക്കോട്സു ആരാണെന്നുള്ള ആ ഒരു തോര മനസ്സിൽ കയറിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് JJKയുടെ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്ന ജുജുത്സു കൈസൻ 0 എന്ന് പറയുന്ന മൂവിയുടെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഈ പറയുന്ന ഒക്കോട്സു യൂട്ടയാണ്. ആ ഒരു മൂവിയിലാണ് അദ്ദേഹത്തിൻ്റെ എൻ്റയർ സ്റ്റോറി നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്നും പോയി കണ്ടേക്കൂ. എന്നാൽ ഇന്ന് നമ്മൾ ഒക്കോട്സു യൂട്ടയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അനലൈസേഷനാണ് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പവേഴ്സ്, സൈക്കോളജി, സ്റ്റോറി, സിംബോളിസം, റിലേഷൻഷിപ്സ്, ലെഗസി എല്ലാം തന്നെ നമുക്ക് നോക്കിയേക്കാം. ആദ്യം തന്നെ ഒക്കോട്സു യൂട്ടയുടെ ഒറിജിൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ദ കേഴ്സ്ഡ് ചൈൽഡ്. ഏർലി ലൈഫ് ഒക്കോട്സുവിൻ്റെ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ചൈൽഡായിട്ട് തന്നെയാണ് ജനിച്ചത്. ഒരു ജെന്റിൽ, ഷൈ ആൻഡ് ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞി പയ്യൻ. ഇവന്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നത് റീക്ക ഒറിമോട്ടോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാരണമാണ്. ഇവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലവ് എന്ന് പറയാം. യെസ്, ഇവരെന്ന് പറയുന്ന കുട്ടിക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാരി ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ റീക്ക ആയിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഒരു കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. യൂട്ടയ്ക്ക് ഈ ഒരു മരണം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇതായിരുന്നു ഇവന്റെ ആദ്യത്തെ ഇമോഷണൽ ട്രോമ. ഇത് തന്നെയാണ് ഇവന്റെ കഥയുടെ മെയിൻ റൂട്ട് എന്ന് തന്നെ പറയാം. യെസ്, ഇവിടെയാണ് എല്ലാവർക്കും മിസ്അണ്ടർസ്റ്റുഡ് ആവുന്ന ആ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. റീക്ക അല്ല യൂട്ടനെ കേഴ്സ് ചെയ്യുന്നത്. ജുജുത്സു വേൾഡിൽ യൂട്ടയാണ് ആക്ച്വലി റീക്കനെ കേഴ്സ് ചെയ്യുന്നത്. നമ്മുടെ ഈ പറയുന്ന യൂട്ട ഒക്കോട്സു ജുജുത്സു വേൾഡിൽ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് സോർസറർ ബ്ലഡ് ലൈനിൽ വരുന്ന ഒരാളാണ്, ഒരു ഡിസെൻഡൻ്റ് ആണ്. ഇവൻ്റെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സത്യം പറഞ്ഞാൽ ഒരു എക്സ്ട്രീംലി പവർഫുൾ കേഴ്സ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സമറൈസ് രീതി പറയുകയാണെങ്കിൽ അവളുടെ മരണം, അവൻ്റെ സ്നേഹവും അവൻ്റെ ആ ഒരു ഭയം, ഇവളെ വിട്ടു പോകണമല്ലോ, ഇവളില്ലാത്തൊരു ലോകം എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് ഇമോഷൻ ഫീലിങ്സ് എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് ആ ഒരു റീക്കയുടെ ആത്മാവിനെ അല്ലെങ്കിൽ റീക്കയുടെ സോളിനെ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ലോകത്തേക്ക് ബൈൻഡ് ചെയ്തു. ആ ഒരു കേഴ്സാണ് സ്പെഷ്യൽ ഗ്രേഡ് വെഞ്ച്ഫുൾ സ്പിരിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ദ സോ കോൾഡ് ക്യൂൻ ഓഫ് കേഴ്സസ് ആയിട്ട് മാറിയത്. മരിച്ചു കഴിഞ്ഞ് റീക്കയുടെ സോളിനെ അങ്ങനെ വിടാൻ സമ്മതിക്കാതെ മാനിഫെസ്റ്റ് ചെയ്ത് എക്സ്ട്രീംലി പവർഫുൾ കേഴ്സാക്കി മാറ്റിയ ഒരു 1.5 മുതലാണ് ഈ പറയുന്ന യൂട്ട. ഇത് മൂവിയുടെ അവസാനമാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നേ ഉള്ളൂ. സോ ജുജുത്സു കൈസൻ്റെ ആ ഒരു വേൾഡ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ യൂട്ടയുടെ കൺട്രോൾ പോകുന്ന ആ ഒരു സമയം തൊട്ട് ഹി വാസ് എ സ്പെഷ്യൽ ഗ്രേഡ്. ഇനി നമുക്ക് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് നോക്കാം. ഒരു സെൽഫായിട്ട് ഹേറ്റഡ് അല്ലെങ്കിൽ ഗിൽട്ട് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന യൂട്ട. അവരെപ്പോഴും മരിക്കണം, എനിക്ക് എൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റുന്നതെന്ന്. അത് ഇവൻ്റെ എക്സിസ്റ്റൻസ് ലോകത്തിന് വേണ്ട എന്ന് പറയുന്ന ഒരു ബിലീഫായിരുന്നു. ഇഫ് ഐ ഡിഡൻറ്റ് എക്സിസ്റ്റ് നോ വൺ വുഡ് ഗെറ്റ് ഹേർട്ട് എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി ആയിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഇതേ സമയത്ത് നമ്മുടെ യൂജി ഇറ്റഡോറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവനെല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്നായിരുന്നു. ഇതിൽ ഐഡിയോളജിക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ബട്ട് ഇതേ ചിന്ത കൊണ്ട് തന്നെ ഇവനെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആക്കിയ ഒരാളാക്കി മാറ്റി. ഈ ഒരു ടൈമിലാണ് ഗോജോയുടെ ഇൻ്റർവെൻഷൻ വരുന്നത്. യെസ്, ദ മൈറ്റി ഗോജോ യൂട്ടനെ സേവ് ചെയ്യുകയാണ്. അതായത് ഗോജോയുടെ ഹയർ അപ്സ് അല്ലെങ്കിൽ എൽഡേഴ്സിന് യൂട്ടനെ എക്സിക്യൂട്ട് ചെയ്യണം ഇമീഡിയറ്റ്ലി. ഇവൻ കാരണം പ്രശ്നങ്ങളാണ്. ഗോജോ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. യൂട്ടയുടെ ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യൽ നമ്മുടെ ഗോജോ മനസ്സിലാക്കിയിട്ട് അവനെ തന്നെ കണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ ശക്തിയാക്കി മാറ്റി ഇവനെ കൊണ്ട് നല്ലൊരാളാക്കി മാറ്റാമെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഗോജോയുടെ ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ലവ് ഇസ് ദ മോസ്റ്റ് ട്വിസ്റ്റഡ് കേഴ്സ് ഓഫ് ഓൾ എന്ന്. അങ്ങനെ ഗോജോ നമ്മുടെ യൂട്ടയുടെ ടീച്ചർ ആകുന്നുണ്ട്. അവൻ്റെ ഇമോഷണൽ
ഇമോഷണൽ ആങ്കർ ആവുന്നുണ്ട്. ദ ഫസ്റ്റ് അഡൾട്ട് അവനെ ബിലീവ് ചെയ്യുന്നതും ഗോജോ തന്നെയാണ്. ഇനിയിപ്പോൾ റിലേഷൻഷിപ്സ് നോക്കുകയാണെങ്കിൽ യൂട്ടയുടെ മെയിൻ ആയിട്ടുള്ളത് റീക്ക ആയിട്ടാണ്. അതെ, നമ്മുടെ കേഴ്സ്, അവൻ്റെ ലവ്, ട്രോമ, അറ്റാച്ച്മെൻറ്റ് എല്ലാം റീക്ക ആയിട്ട് തന്നെയായിരുന്നു. യൂട്ടയ്ക്ക് ബാക്കിയുള്ളവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഫിയർ ഓഫ് ലൂസിങ് വരുമ്പോൾ ആ ഒരു കേഴ്സിൻ്റെ പവറും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. മൂവിയുടെ അവസാനം അവളുടെ ആ ഒരു മരണം യൂട്ട അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് മൂവ് ഫോർവേഡായിട്ട് ആ ഒരു സാധനം തന്നെ, അതായത് റിലീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നത്. മൂവിയിൽ സിംബോളിഫൈ ചെയ്യുന്നത് യൂട്ട എപ്പോഴാണ് റീക്കനെ അങ്ങ് വിടുന്നത്, അപ്പോൾ അവൻ ജീവിതം ചൂസ് ചെയ്തു ഓവർ ഗ്രീഫ്. അനിമയിൽ യൂട്ടയുടെ ബാക്കിയുള്ള റിലേഷൻഷിപ്പായിട്ട് ഇതുവരെ കാണിച്ചിരിക്കുന്ന മാഗി സെനിനെയാണ്. യെസ്, ആദ്യത്തെ ഒരാൾ അവനെ ഒരു ഈക്വലായിട്ട് കണ്ടത് മാക്കി തന്നെയായിരുന്നു. ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചതും മാക്കി തന്നെയാണ്. സ്ട്രെങ്ത് വിത്തൗട്ട് സെൽഫ് പിറ്റി എന്ന് പറയുന്ന ആ ഒരു റെപ്രസെൻറ്റേഷനും മാക്കി തന്നെയാണ്. മാക്കിയുടെ അറിയാലോ, നമ്മളത് വേറൊരു ക്യാരക്ടർ അനലൈസേഷനിൽ പറയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇനുമാക്കിയും പാണ്ഡേയും തന്നെയുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബാക്കിയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇവരും ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഗോജോ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെൻറ്റർ ആൻഡ് ഗാർഡിയൻ ആണ്, ഒരു മോറൽ കോമ്പസ് തന്നെയാണ്. ഗോജോ തന്നെ ബിലീവ് ചെയ്യുന്നുണ്ട് യൂട്ട എന്നെക്കാളും മണ്ടയിലെത്തും, അല്ലെങ്കിൽ മുകളിൽ എന്നെ സർപ്രൈസ് ചെയ്യുമെന്ന് അവൻ തന്നെ ബിലീവ് ചെയ്യുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ എല്ലാവരും നിസ്സാരമായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഇത് വൺ ഓഫ് ദി ഹ്യൂജ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗോജോയിൽ നിന്ന് വരുന്നത്. ഗോജോ എൻ്റർ സീരീസ് ഈവൻ ദ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള യൂജി ഇറ്റദോറിയെ പറ്റി പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഗോജോ ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഗേറ്റോ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്ടയുടെ ഒരു ഐഡിയോളജിക്കിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണാം. അതായത് യൂട്ട ലവ് ആണെങ്കിൽ ഗേറ്റോ ഹേറ്റഡ് ആണ്, എമ്പതി ആണെങ്കിൽ എലിറ്റേഴ്സുമാണ്, കൺട്രോൾ ആണെങ്കിൽ അക്സെപ്റ്റൻസ് ആണ്. ഇനി നമുക്ക് യൂട്ടയുടെ പവേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആനിമയിൽ കാണിച്ച രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഒന്ന് കേഴ്സ്ഡ് എനർജി, അപ് നോർമലി മാസീവ് റിസർവ് ആണ് പുള്ളിക്കുള്ളത്. ഗോജോയുടെ ഔട്ട്പുട്ടിനോടാണ് കമ്പയറബിൾ ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ റീക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പോസ്റ്റ് ജുജുത്സു കൈസൻ മൂവി കഴിഞ്ഞുള്ളത് നോക്കുകയാണെങ്കിൽ, സോൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞ്, അതായത് ആ മൂവിയിൽ അവളെ വിട്ട് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ എ റെസിഡ്യൂവൽ കേഴ്സ്ഡ് സ്പിരിറ്റ് അവൻ്റെ ഉള്ളിൽ റിമൈൻ ചെയ്യുന്നുണ്ട്. യൂട്ടയുടെ എക്സ്റ്റേണൽ കേഴ്സ്ഡ് എനർജി സ്റ്റോറേജ് ആയിട്ട് ഇതാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏതൊരു വെപ്പണിനെ മാനിഫെസ്റ്റ് ചെയ്ത് ടെക്നിക്സ് ഉപയോഗിച്ച് റോ പവറിലൂടെ ഹിറ്റ് ചെയ്യാൻ ഇത് നമ്മുടെ യൂട്ടേനെ സഹായിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ റീക്കയുടെ അതേ പവറല്ല, ബട്ട് സ്റ്റിൽ ടെറിഫയിങ് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ വേറെയുള്ള ടെക്നിക്സ് യൂട്ടയുടെ നോക്കുകയാണെങ്കിൽ, യൂട്ടയ്ക്ക് കേഴ്സ്ഡ് ടെക്നിക്സിനെ കോപ്പി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അത് എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്തിട്ട് മിഡ് ബാറ്റിൽ തന്നെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേഴ്സ്ഡ് സ്പീച്ച്, ഷിക്കിഗാമി യൂസേജ്, ബാരിയർ മാനിപ്പുലേഷൻ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇതൊരു മോസ്റ്റ് വെർസറ്റൈൽ സോർസറർ അലൈവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. യൂട്ടേൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ റിവേഴ്സ് ദി കേഴ്സ്ഡ് ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് അവനെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും. അതിൽ എടുത്തു പറയേണ്ട ഡിസ്ട്രോയിഡ് ഓർഗൻസിനെ റീസ്റ്റോർ ചെയ്യാനും പറ്റും. ഇത് വെരി ഫ്യൂ സോഴ്സറേഴ്സിന് മാത്രമോ ജെജെക്ക് വേൾഡിൽ സാധിക്കുള്ളൂ. ഇനി കോമ്പാക്ട് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ വെപ്പൺ ബേസ്ഡ് ആയിട്ടാണെങ്കിൽ ഒരു കത്താനയുണ്ട്, ഒരു നീളമുള്ള വാള്, പിന്നെ ക്ലോസ് ക്വാർട്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്, അന്യായമാണ്, എക്സ്ട്രീംലി എഫിഷ്യൻ്റ് ആണ്, ഇമോഷണലി നല്ല കാമുമാണ്. ഗോജോ ആണെങ്കിൽ എല്ലാം എൻ്റെ മണ്ടയിൽ ആരും ഇല്ലെന്ന് പറയുന്ന ഒരു രീതിയിലാണെങ്കിൽ യൂട്ട ഫൈറ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂഷണർ ആയിട്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വന്നെങ്കിൽ ചെയ്തിരിക്കും. എന്നിരുന്നാലും ഇത്രയും അറിവ് വെച്ചാണ് നമ്മൾ സീസൺ 3ലേക്ക് കിടക്കുന്നത്. സീസൺ 3യുടെ എപ്പിസോഡ് 1 ഞാൻ കണ്ടിട്ടുണ്ട്. സ്പോയിലർ ആവുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ യൂജിനെ കൊല്ലുവാൻ നമ്മുടെ ഒക്കോട്സ് ആണല്ലോ വരുന്നത് സീസൺ 2യുടെ അവസാനം. അതെന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. ജെജെക്ക് വേൾഡിൽ യൂത്ത് ഓഫ് കോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലവിനെയും പവറിനെയാണ്. അതായത് പവർ, ലവ് ആസ് പവർ എന്ന് തന്നെ പറയുന്നതായിരിക്കും. ആ ഒരു ട്രോമ സ്ട്രെങ്ത് ആക്കി മാറ്റിയ, ഇമോഷണൽ ആക്സെപ്റ്റൻസ് ഡിപ്രഷനേക്കാളും നല്ലതാണെന്ന് തെളിയിച്ച ഒരു വ്യക്തി. ഒരു രീതിയിൽ ഗോജോ അബ്സല്യൂട്ട് പവർ ആണെങ്കിൽ യൂജി അബ്സല്യൂട്ട് സെൽഫ് സാക്രിഫൈസ് ആണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് സീസൺ ഒരു മൂവി, സെക്കൻഡ് സീസൺ, തേർഡ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതെന്നുള്ളതിലേക്ക് ജെജെക്കയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരാൾ തന്നെയാണ് യൂട്ട. അതായത് സുക്കുണായിട്ട് റൈവൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് യൂട്ടനെ കാണാം. അതേപോലെ തന്നെ കേഴ്സ്ഡ് ഇമോഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. ഗോജോയുടെ സക്സസറായിട്ടും യൂജിയുടെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരാളായിട്ട് നമുക്കിപ്പോൾ ഈ ഒക്കോട്സുവിനെ കാണാൻ പറ്റും. ഇനി എൻ്റെ രീതിയിൽ ഒരു ഫൈനൽ ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഒക്കോട്സു യൂട്ട എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് സോർസറർ തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു ഡേഞ്ചറസ് വണ്ണാണ്. ഇവന് ഏറ്റവും, അതായത് ബിക്കോസ് ഹിസ് പവർ ഈസ് ഫ്യൂൾഡ് നോട്ട് ബൈ ഹേറ്റ്രഡ് ഓർ ഈഗോ ബട്ട് ബൈ ലവ്, ആക്സെപ്റ്റൻസ് ആൻഡ് റിസോൾവ്. അതുകൊണ്ട് തന്നെയാണ് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞത്, ശാപങ്ങളും വിദ്വേഷങ്ങൾക്കുണ്ടാകുന്ന ശാപങ്ങൾക്കിടയിൽ സ്നേഹം കൊണ്ടൊരു ശാപത്തെ തീർത്തവനാണ് ഈ പറയുന്ന യൂട്ട ഒക്കോട്സു. എന്നിരുന്നാലും ഫ്യൂച്ചർ ജെജെക്ക് എപ്പിസോഡിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത കാര്യങ്ങളും ഇനി ആഡ് ഓൺ ചെയ്ത് പറയുന്നതായിരിക്കും. സീസൺ 1 ദ മൂവി, സീസൺ 2, സീസൺ 3 എപ്പിസോഡ് 1 and 2 കണ്ടിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒക്കോട്സിനെ പറ്റി നിലവിൽ കയറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും അടുത്തൊരു ജെജെക്ക് ക്യാരക്ടർ റിവീലേഷൻ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ ബൈ സ്റ്റുഡിയോ. ടാറ്റാ ഗൈസ്.
want your